ഓനെന്നോട് ചാലഞ്ച് വെച്ച് ഇത് മൊത്തം നീട്ടാല് ഇതിന്റെ പൈസ ഫണ്ട്, അതായത് ഇതിന്റെ ഫണ്ട് ഓൻ കൊടുക്കും എന്നുള്ളത്. ഞാൻ ഇതുവരെ ഗെയിം കളിച്ചിട്ടാ ഓനെ കളിക്കൊണ്ടിട്ട് രണ്ട് ബാക്കിയില്ല ലാസ്റ്റ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹസി വ്ളോഗ്സ്. അപ്പോൾ ഗായ്സ്, ഒരു 2 ദിവസമായി ഞാനിപ്പോൾ വ്ളോഗ് ഇല്ലാണ്ട്. കാരണം ഞാൻ ബാംഗ്ലൂരിൽ പോയി 2 ദിവസം അവിടെ ബിസി ആയിരുന്നു. അങ്ങനെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, സോറി ഫോർ ദാറ്റ്. എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു അനൗൺസ്മെൻറ്റ് യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ട്. ഞാൻ 8-ാം തീയതി ഞാൻ മേഘാലയയിലേക്ക് പോകും. ഞാൻ പോകുന്ന യാത്രയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മേഘാലയയിൽ പോകും. മേഘാലയയിൽ നിന്ന് പിന്നീട് അങ്ങോട്ടുള്ള ട്രാവലൊക്കെ വണ്ടിയിലൊന്നുമല്ല, നടന്നുകൊണ്ടും പിന്നെ ലിഫ്റ്റ് അടിച്ചും കൊണ്ടുള്ള യാത്രകളാണ്. ആ മാതിരിയുള്ള അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പോകുന്നുള്ളത്. അല്ല മറ്റു ചില വേണമെങ്കിൽ പോവാം, പക്ഷേ ഇതൊരു അഡ്വഞ്ചർ വേറെ തന്നെ. ഞങ്ങൾക്കിത് കുറേ ആൾക്കാരിൽ കണ്ടിട്ടാണ് ഞാൻ ഇതിലൊരു ഇൻസ്പിറേഷൻ ആയത്. അതായത് ഇപ്പോൾ നമ്മളെ ട്രാവലോഗ് ബൈ ചിത്രന്, ഹിച്ചിങ് നോമാഡ്, പിന്നെ ഇമ്പൾസീവ് ട്രാവലർ, അതുപോലെ തന്നെ നമ്മളെ കാസർഗോഡിലൊരു പെണ്ണുണ്ട്, എന്തോ അഷ്കർ, അങ്ങനെ എന്തോന്ന് പേര്, അവളോ, അങ്ങനെ കുറേ ആൾക്കാരെ കണ്ട് ഇങ്ങനെ പോകണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ മനസ്സിലേക്ക് വന്ന്. പിന്നെ അഫീദ ചേർന്നിട്ട് ഒരു പെൺകുട്ടിയുണ്ട്, അവളതും കൂടി, അതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പോകണം എന്നുള്ളൊരു ഒന്നും മനസ്സിലേക്ക് ഇങ്ങനെ ഒരു തോട്ട് വന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാനിപ്പോൾ. വീട്ടിലായാലും കുറേ സാധനങ്ങൾ ഇനിയും വാങ്ങിക്കാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലാപ്ടോപ്പിൻ്റെ കാര്യമാണെങ്കിൽ, ലാപ്ടോപ്പ് ആളായി ഇപ്പം അത് കൊടുക്കാൻ പോകുന്നുണ്ട്. ഷോപ്പിലേക്ക് കൊടുത്തതിനേക്കാളും നല്ല റേറ്റിന് ഇപ്പോൾ ആൾ വാങ്ങിക്കാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അത് കൊടുക്കാൻ പോകണം. അങ്ങനെ 1-2 ചെറിയ പണിയുണ്ട്. ഇന്നത്തെ വ്ളോഗ് എന്തായാലും അങ്ങനെയൊക്കെ ഉൾക്കൊള്ളിക്കാം. പിന്നെ എന്താ ചെയ്യുക, എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ട്രിപ്പ് പോകാൻ തുടങ്ങിയാൽ അതിന് ശേഷമുള്ള ഓരോ വീഡിയോസും, ആ വീഡിയോസ് കാണുന്ന നിങ്ങൾക്കും ഞാൻ ഉറപ്പ് തരാം, ഞാൻ ഇടുന്ന വീഡിയോ അതൊരിക്കലും നിങ്ങൾ റിഗ്രറ്റ് വരുത്തില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് എന്തിന് ചെയ്തു എന്നൊരു തോന്നിക്കൽ നിങ്ങൾക്ക് ഞാൻ വരുത്തില്ല. അതെൻ്റെ ഭാഗത്തു നിന്നുള്ള ഷുവറാണ്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്തോ, ഉറപ്പാണത്. ഇനി ഇപ്പം മാംഗ്ലൂർ പോകണം, ലാപ്ടോപ്പ് കൊടുക്കണം, അങ്ങനെ 1-2 വർക്കുണ്ട്. കസിനുണ്ട് താഴെ. ഞാൻ എൻ്റെ സെറ്റ് മറ്റേ റീസെറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം സമയം വേണം. അതും കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങും. ഇപ്പം ഞാൻ വീട്ടിൻ്റെ പുറത്താണുള്ളത്. ആൻഡ് ഗൈസ്, എൻ്റെ റൂമാണെങ്കിൽ ഫുൾ കച്ചറ വെച്ചാൽ വേറെ ഒന്നുമല്ല, പോകാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ അത് ഇതെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ടൈപ്പ്. ഇവിടെ കാണുന്നത് എന്താ, ഇത് ഗ്യാസിങ് മെറ്റീരിയൽ സ്റ്റൗ. ബട്ട് ഇതാണ് കുറച്ച് ബുദ്ധിമുട്ടാവും തോന്നുന്നു ഈ സാധനം നമുക്ക് കൊണ്ടുപോകാൻ. ഇത് കുറച്ച് വലുത്, ബാഗിൽ വെക്കാൻ പറ്റില്ല. ഇവിടെ മറ്റേ പോർട്ടബിൾ ആ ഗ്യാസ് ഉണ്ടല്ലോ, അത് വെക്കും. ഇത് ചെറിയ സംഭവം ഇതാണ്. പിന്നെ വരുന്നുള്ള ബാഗ്, സ്ലീപ്പിംഗ് ബാഗ് ആൻഡ് ടെൻറ്റ്. പിന്നെ പറയുമ്പോൾ ഞാൻ ഒരു ഷൂ എടുത്ത്, ഞാൻ അടുത്ത ഷൂ ആണിതാ, ഏഷ്യൻ്റെ ട്രക്കിംഗ് ഷൂ. സാധനം കൊള്ളാം, നൈസാണ്. കാലിലേക്ക് ഇട്ടാൽ നൈസ്, നല്ല കംഫർട്ട് ഉണ്ട്. വലിയ റേറ്റൊന്നും ഇല്ല, ഒരു 1600 സംതിങ് അത്രേ ഉള്ളൂ. ഈ ബ്രാൻഡിൻ്റെ ആണ്. നല്ല ട്രക്കിങ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള വേണം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെടുത്തത്. ബട്ട് എനിക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് ഇത് മാറ്റേണ്ടി വരും മിക്കവാറും. ഇത്ര വലുത് എൻ്റെ ബാഗിൽ ഉൾക്കൊള്ളാൻ പറ്റൂല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കണ്ടെത്തണം. നോക്കാം, സമയമുണ്ട്, എൻ്റെ 5 ദിവസം ഉണ്ട്. പിന്നെ അതുകൂടാണ് ഞാൻ വേറൊരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 1-2 സാധനങ്ങൾ വരാനുണ്ട്. അതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ്റെ ബാക്കിലാണ് ഞാനിപ്പോൾ. ഇതിന് അത്യാവശ്യം നല്ല ഫണ്ട് പോകുന്നുണ്ട്. ഫണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കണക്കില്ല. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ട്രിപ്പിൽ ഫണ്ട് നല്ലോണം എത്ര കുറക്കാൻ പറ്റുന്നുണ്ട് അത്രക്കും ഞാൻ കുറക്കും. ആ ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യമായിട്ട് പോകുന്നുണ്ട്, ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. ബട്ട് ഒന്ന് പോയാലല്ലേ ബാക്കിയുള്ളത് പിന്നെ അങ്ങോട്ടുള്ള സെറ്റാണ്. എന്തായാലും ഇറങ്ങി. അപ്പോൾ ഇനി പോയിട്ട് തന്നെ കാര്യം. ഇന്ന് ബൈക്കിൽ പോകുന്നതാ. ഞാൻ എൻ്റെ കസിനുണ്ട് ഒപ്പം. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വേറെ പോയില്ല. ഒരു പ്രയാസം കണ്ടോ വരുന്നു പിടിക്കണോ ഇതോ ഞാനില്ലല്ലേ പൊളിച്ച് തുള്ളു എന്തെങ്കിലും കാണുള്ള തമ്പി നിന്റെ
ലേറ്റായി ഓ എൻ്റെ ഒരു ഹെൽമെറ്റ് എടുക്കാൻ പറഞ്ഞത് പോലെ നമ്മൾ ലാപ്ടോപ്പ് കൊടുത്ത് ഞാൻ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ ത്രോ ബോൾ കളിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തൻ്റെ എന്ത് പറയുന്നത് വെച്ചാൽ ഓനെന്നോട് ചാലഞ്ച് വെച്ച് ഇത് മൊത്തം നീട്ടാൽ ഇതിൻ്റെ പൈസ ഫണ്ട്, അതായത് എൻ്റെ ഫണ്ട് ഓൻ കൊടുക്കും എന്നുള്ളത്. ഞാനിതൊരു ഗെയിം കളിച്ചിട്ടാണ് ഓനെ കളിച്ചുകൊണ്ടിട്ട് നമുക്ക് നോക്കാം കാണാം ആര് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ വെയിറ്റിംഗ് ടൈമാണ്, വേറെ ആൾക്കാർ കളിച്ചുകൊണ്ടുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് റൗണ്ട് എൻ്റെ തന്നെ ഇങ്ങനെയാ നെക്സ്റ്റ് ഞാൻ പിന്നെ ഫസ്റ്റ് കളിക്കുന്ന പ്രശ്നമില്ലതാ. നെക്സ്റ്റ് തമ്പി കറക്റ്റ് ഇടോ? ഓ ഇല്ലതാ ഇരയാകാലോ ഇതാ കട്ട കളിക്കില്ല. ഗൈസ് കളി കഴിയാനായി, റൗണ്ട് തീർന്നു. പോയിന്റിന്റെ നിങ്ങൾ നോക്കിയാ എൻ്റെ പോയിന്റ് ടോട്ടൽ 31, തൻവിക്ക് 70. പിന്നെ എൻ്റെ എന്താ വെച്ചാൽ കളിക്കറിയാലോ, ആദ്യമായിട്ട് കളിക്കുന്നത്, അപ്പൊ അതിൻ്റെതായ കുറവുണ്ട്. ബട്ട് ഓൻ അങ്ങനെയല്ല, ഒന്നിലെല്ലാം ഇടുന്നുണ്ട്. ഇപ്പൊ ഇതാ ആകെ 2 ബാക്കിയുള്ളൂ എന്നിലിതാ അതും പോയി. പോയിന്റ് 86, 31. ഇനി വേദാ ലാസ്റ്റ് ഗെയിം ഇതും കൂട്ടി എടുത്തോ. രണ്ട് ബാക്കിയില്ല, ലാസ്റ്റ് കേട്ടോ. ഡബിൾ പോയിന്റ് അല്ലേ, ഞാൻ ഡബിൾ പോയിന്റ് ജസ്റ്റ് മിസ്. കളി കഴിഞ്ഞ് തമ്പി ജയിച്ചു. 58, അങ്ങ് 38. ഇപ്പൊ ലാസ്റ്റ് ഒന്നുണ്ട്. തോൽവി സമ്മതിച്ചിരിക്കുകയാണ് ഗൈസ്, തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് കളിക്കാൻ അറിയില്ല. കളി അറിയുന്നവർ കളിക്കട്ടെ, അറിയാത്തവർ നോക്കി നിൽക്കട്ടെ, അങ്ങനല്ല. ലാസ്റ്റ് ഒരെണ്ണുണ്ട് തനിക്ക്, അതും പോയി. നെക്സ്റ്റ് പോയിന്റ് നോക്കുക, 113, 38. തോറ്റിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. കട്ടാക്കണ്ടോ? ഗൈസ് മോന്റെ മുമ്പില് തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. നമുക്കറിയാത്ത ഗെയിമായി പോയി. എനിവേ ഞങ്ങളിപ്പോ ഇവിടുന്ന് ഇറങ്ങി പോവല്ലേ, മുകളിലേക്ക് കയറാ ഹൈലൈറ്റാ. അപ്പൊ ഗൈസ് ഇനി ബാക്കിയുള്ള വ്ളോഗ് കാര്യങ്ങൾ, നമസ്തേ, വ്ളോഗ് കാര്യങ്ങൾ എന്തായാലും വീട്ടിലെത്തിയിട്ടായിരിക്കും മിക്കവാറും. ഇനിയിപ്പോ ബൈക്കിൽ പോകണം വീട്ടിലേക്ക്. മടിയാന്ന്, പുറത്ത് നല്ല മയമുണ്ട്.